കഴിഞ്ഞ മാസം, അതായത് മെയ് മാസം ആദ്യ വാരത്തിൽ തന്നെ കരിയാട് ഒരു വീട്ടുപറമ്പിൽ വെച്ച് പെരുമ്പാമ്പിനെയും മുട്ടകളെയും കിട്ടി. സ്വാഭാവികമായിട്ടും അവിടെ നിന്നും അവർ മുട്ടയും ആ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമ്പാമ്പിനെ അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യും. മുട്ടകളെ അതിൻ്റെ കൃത്രിമ സാഹചര്യത്തിൽ സംരക്ഷിച്ച് ഇന്ന് ആ മുട്ടകൾ വിരിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ആവാസ സ്ഥലങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. മഴക്കാലമാണ്. ഇപ്പോൾ പാമ്പുകളും വലിയ പാമ്പുകളും കുഞ്ഞുങ്ങളും നമ്മുടെ ജനവാസ സ്ഥലങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പാമ്പുകൾ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല. നമ്മളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് പല സ്ഥലങ്ങളിലും പാമ്പുകളിൽ നിന്ന് നമുക്ക് അപകടമേൽക്കുന്നത്. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ വെളിച്ചം ഉപയോഗിച്ച് നടക്കുക, കൂട്ടിയിട്ട വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിഷപ്പാമ്പിൽ നിന്ന് കടിയേൽക്കുന്നത് ഒഴിവായി കിട്ടും. നമ്മൾ ജനവാസ മേഖലയിൽ പാമ്പുകളെ കണ്ടാൽ നമ്മുടെ മൊബൈൽ ഇപ്പോൾ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിൽ നിന്നും നമുക്ക് അപകടമായ രീതിയിൽ പാമ്പുകൾ എത്തിച്ചേർന്നാൽ, നമ്മുടെ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നാൽ സർപ്പ ആപ്പിലെ റെസ്ക്യൂവേഴ്സിൻ്റെ നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പർ ഉപയോഗിച്ച് തൊട്ടടുത്ത റെസ്ക്യൂറെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മലബാർ അവയർനെസ് റെസ്ക്യൂ സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ സംഘടനയും പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നതിനും അതുകൂടാതെ സുരക്ഷിതമായി സംരക്ഷണത്തോടുകൂടി മറ്റു ജീവികളെ, വന്യജീവികളെയും മറ്റു പാമ്പുകളെയും അല്ലാത്ത രീതിയിലുള്ള ജീവികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മാർക്ക്.